സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ടാരോയോട് ചോദിക്കാം. അപ്പം 6 കാർഡ്സ് സ്പ്രെഡ് എടുത്ത് നോക്കാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, 3, 4, ഇതാണ് ഇന്ന് നമുക്ക് സ്പ്രെഡ് വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ബോട്ടം ഓഫ് ദ ഡെക്ക് ചാരിയറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ആ വ്യക്തി ഈ ഏതോ രണ്ട് സാഹചര്യങ്ങളോ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതും വേണം അതും വേണം, ഒന്നും വിട്ടുകളയാൻ ആ വ്യക്തിക്ക് താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത്. ആദ്യത്തെ കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആണ് ഈ ബന്ധം പൊക്കോട്ടിരിക്കുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഈ ബന്ധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, എങ്കിലും ആ വ്യക്തി എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചു നിന്ന് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ബാഡ് ആണെങ്കിൽ നിങ്ങളിലേക്ക് നല്ലത് വന്നു ചേരുന്നു എന്നും, നിങ്ങളുടെ ഇപ്പം ഗുഡ് സിറ്റുവേഷൻ ആണെങ്കിൽ കർമ്മ തിരിഞ്ഞത് കുറച്ചുകൂടെ ബാഡ് സിറ്റുവേഷനിൽ പോകുന്നു എന്നാണ് ഈ വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് ഒരു മേജർ അർക്കാന കാർഡാണ്. അപ്പം ഇത് പ്രപഞ്ച നിർണയമായ ഒരു ലൈഫിൽ നടക്കുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് ഇതിനെ കണ്ടത്. ഇപ്പം ഒരു ബാഡ് സിറ്റുവേഷൻ ലൈഫിൽ കടന്നു വന്നു എന്നു പറഞ്ഞ് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞ ജീവിതം അതുകൊണ്ടൊന്നും തീരുന്നില്ല. നമ്മൾ ഗുഡും ബാഡും എല്ലാം അനുഭവിച്ച് മാത്രമേ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരും പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്ന ടവർ സിറ്റുവേഷൻ ആണ്. അപ്പം ആ വ്യക്തി നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ടവർ സിറ്റുവേഷൻ എന്നാണ്. നിങ്ങൾക്ക് കുറച്ച് വല്ല ഈഗോ പ്രോബ്ലം, എല്ലാത്തിനെയും ഒരു മിതത്വമില്ലാതെ സംസാരിക്കല്, അങ്ങനെ നിങ്ങളുടെ പല പ്രവൃത്തികളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ നിങ്ങളിൽ മാറ്റിയെടുക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഈഗോ ഉള്ള വ്യക്തിയാണ്, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് കരുതുമ്പോൾ മുന്നോട്ടുള്ള ബന്ധം ഒത്തിരി ദുർഘടമായിട്ട്. അപ്പൊ അതൊക്കെ മാറ്റി നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയെ പോലെ ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ ചെന്നു ചേർന്നാലും അഡ്ജസ്റ്റ് ആയി പോകണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ കാർഡ് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് അതുണ്ട് ഇതുണ്ട്, എന്റെ വീട്ടിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ആണും പെണ്ണും ഒന്നും ഒരു ജീവിതത്തിലോട്ട് കടക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ലൈഫ് മുന്നോട്ട് പോകില്ല എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ കാർഡ് 6 ഓഫ് സോർട്സിന്റെ കാർഡാണ്. 6 ഓഫ് സോർട്സിന്റെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇത് നല്ല സിറ്റുവേഷൻ അല്ല, ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങോട്ടെങ്കിലും നമുക്ക് മാറിപ്പോകാം എന്നാണ്. ചിലപ്പോൾ വീട്ടുകാർ എതിർത്ത ഒരു ബന്ധം ആയിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ. പക്ഷെ ആ വ്യക്തി എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കലുഷിതമായ സാഹചര്യത്തിൽ നമ്മൾക്ക് നിൽക്കണ്ട, നമ്മൾക്ക് ഇവിടുന്ന് മാറി നിൽക്കാം എന്നാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വ്യക്തി എന്താ മനസ്സിലാക്കിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ കൂട്ടിയിട്ട് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കണം എന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അത് എളുപ്പം പോകണം എന്നാണ്, അല്ലാതെ സ്ലോലി പോകണമെന്നല്ല, എളുപ്പം പോകണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ ടെമ്പറൻസ് എന്ന കാർഡാണ്. അപ്പം ആ വ്യക്തി ഇമോഷൻസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനങ്ങളും എളുപ്പം എടുക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ അവരുടെ ആ ഒരു ഇമോഷൻസ്, മാനസിക വിഷമങ്ങളോ മാനസിക സംഘർഷങ്ങളോ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇപ്പൊ ചിലപ്പോൾ സെപ്പറേഷനിലായ ഒരു ബന്ധമായിരിക്കും ഇത്. ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷനോ സെപ്പറേഷനോ ആയ ബന്ധമായിരിക്കാം ഇത്. എന്നാലും നിങ്ങൾ ഈ സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ആവണം. ഈ രണ്ട് ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ ഇമോഷൻസിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലാതെ ഒന്നിലും വാശി പിടിക്കരുത് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആശിക്കുന്നത്. അപ്പം മൂന്നാമത്തെ കാർഡ് ഫിഫ്ത്ത് കാർഡ് ദി സ്ട്രെങ്ത് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം
ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ വരുന്ന ഒരു മനോനില ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊപ്പമുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള മനോനില നിങ്ങൾ കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം മുന്നോട്ട് നമ്മൾക്ക് ഏറെ ദൂരം പോകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ കുറെ കൂടെ ആക്റ്റീവ് ആകണം, കുറെ കൂടെ നല്ലതായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല. പക്ഷെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊക്കെ കൂടിയേ തീരുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തി എന്താ പറയുന്നതെന്ന് നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ കുറെ കൂടെ മെന്റലി പ്രിപ്പയർഡ് ആവണം, എന്ത് ജീവിത സാഹചര്യമായി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കുറെ കൂടെ മെന്റലി നീ സ്ട്രോങ് ആകണം എന്നാണ് ഈ കാർഡിലൂടെ പറയുന്നത്. ആറാമത്തെ കാർഡായ സെവൻ ഓഫ് സോഴ്സിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ, നീ ചതിച്ചിട്ട് പോയല്ലോ, ഈ ബന്ധം ഉപേക്ഷിച്ച് നീ പോയല്ലോ എന്നൊരു മനോവ്യഥയിലാണ് ആ വ്യക്തി ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാകാം ഈ ബന്ധം വേണ്ടാന്ന് വെച്ചത്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ഉണ്ട്. നിങ്ങളോട് ആ വ്യക്തി പറയുന്നത്, നിങ്ങൾ എന്നാലും എന്നെ ആ സിറ്റുവേഷനിൽ ചതിച്ചിട്ട് പോയല്ലോ എന്നാണ് ഈ സെവൻ ഓഫ് സോഴ്സിന്റെ കാർഡ് നമ്മൾക്ക് പറയുന്നത്. ആ ബന്ധത്തിൽ നിങ്ങൾ വഴി മാറിപ്പോയി എന്നാണ് ഈ കാർഡിലൂടെ പറയുന്നത്. ഈ കാർഡും നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രണ്ട് സിറ്റുവേഷനും നിങ്ങൾക്ക് പാരലായിട്ട് കൊണ്ടുപോകാമെന്ന് ഈ ചാരിയറ്റ് കാർഡിലൂടെ വ്യക്തി വിചാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് പറ്റാഞ്ഞിട്ടാണ് നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോയത് എന്നാണ് പറയുന്നത്. ചിലപ്പം അഡ്ജസ്റ്റ്മെന്റ് ആവാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവര് വേണ്ടാന്ന് വെച്ച് ആ ബന്ധം സ്റ്റോപ്പ് ചെയ്തത് എന്നാണ് പറയുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നാണ് ചാരിയറ്റ് എന്ന കാർഡ്. അപ്പൊ ചാരിയറ്റ് ഈ പല കാർഡിലും ആ വ്യക്തി രണ്ട് സാഹചര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെ കൂടാതെ മറ്റൊരു സിറ്റുവേഷൻ, അത് ബന്ധമായിരിക്കണമെന്നില്ല, മറ്റൊരു സിറ്റുവേഷൻ കൂടെ ആ വ്യക്തിക്ക് ഉണ്ട്. രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. അതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒത്തിരി അഡ്ജസ്റ്റ് ആയി വരണം മുന്നേറിലേക്ക്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നിങ്ങൾ ഈ രണ്ട് സാഹചര്യങ്ങളിലും കുറെ കൂടി അഡ്ജസ്റ്റ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ റീഡിംഗ് എല്ലാവർക്കും റെസൊണേറ്റ് ആയെന്ന് കരുതുന്നു. താങ്ക് യു.